നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വകാര്യ മദ്യ കമ്പനിക്ക് സർക്കാർ നൽകിയ പ്രവർത്തനാനുമതി റദ്ദാക്കണമെന്ന് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രമേയം. മദ്യക്കമ്പനി സ്ഥാപിക്കുന്ന കാര്യത്തിൽ സർക്കാർ പഞ്ചായത്തുമായി കൂടിയാലോചന നടത്തിയിട്ടില്ലെന്ന് പ്രമേയത്തിൽ പരാമർശം. കോൺഗ്രസ് ബി.ജെ.പി. മെമ്പർമാർ പ്രമേയത്തെ അനുകൂലിച്ചു. സർക്കാരിനും വികസനത്തിനുമൊപ്പമെന്ന് CPM മെമ്പർമാരുടെ നിലപാട്. എലപ്പുള്ളി മദ്യക്കമ്പനിക്ക് മലമ്പുഴയിൽ നിന്ന് വെള്ളം നൽകുമെന്ന വാഗ്ദാനത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് വാട്ടർ അതോറിറ്റി ആസ്ഥാനത്തേക്ക് BJP മാറും. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്കും പ്രതിഷേധമാറും. ജലമൂറ്റ മദ്യക്കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ മഴനിഴൽ പ്രദേശമായ എലപ്പുള്ളി മരുഭൂമിയാകുമെന്ന് BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്. മദ്യക്കമ്പനി സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ അടിമുടി ദുരൂഹതയെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. കേരളത്തിന്റെ മുന്നേറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി. CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ചിറ്റൂരിൽ ഒരുക്കങ്ങളായി. സമ്മേളനം 21 മുതൽ 23 വരെ. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ചിറ്റൂരിൽ മെഗാ തിരുവാതിരക്കളിയും മഹിളാ സംഗമവും. കേരളം പല രംഗത്തും രാജ്യത്തിന് മാതൃകയാണെങ്കിലും റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ പിറകിലെന്ന് ഗതാഗത കമ്മീഷണർ CH നാഗരാജു IPS. ഗതാഗത നിയമങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാകണം. പരിശോധന ഭയന്നു മാത്രം ഗതാഗത നിയമം പാലിക്കുന്ന മാനസികാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നും റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്തമായി തന്നെ കരുതണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട VK ബേബി കമ്മിറ്റി റിപ്പോർട്ട് കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. മഹേഷ്. ബ്ലോക്ക് പരിധിയിൽ ഒരു സംഭരണ കേന്ദ്രമെന്നതും സംഭരണ കേന്ദ്രത്തിലേക്ക് നെല്ല് എത്തിക്കണമെന്നതും കർഷകർക്ക് അധിക ബാധ്യതയാകും. വിലയുടെ കാര്യത്തിൽ ബേബി കമ്മിറ്റി വ്യക്തത വരുത്തിയിട്ടില്ലെന്നും T. മഹേഷ്. വാർത്തകൾ വിശദമായി. എലപ്പുള്ളി മണ്ണുകാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഒയാസിസ് മദ്യക്കമ്പനിക്ക് സർക്കാർ നൽകിയ അനുമതി റദ്ദാക്കണമെന്ന് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രമേയം. പഞ്ചായത്ത് പരിധിയിൽ മദ്യക്കമ്പനി സ്ഥാപിക്കുന്ന കാര്യം സർക്കാർ പഞ്ചായത്തുമായി കൂടിയാലോചന നടത്തിയിട്ടില്ലെന്ന് പ്രമേയത്തിൽ പരാമർശമുണ്ട്. കോൺഗ്രസ് BJP അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ സർക്കാരിനും വികസനത്തിനുമൊപ്പമെന്ന നിലപാടാണ് CPM മെമ്പർമാർ സ്വീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് K. രേവതി ബാബു അവതരിപ്പിച്ച പ്രമേയത്തെ കോൺഗ്രസ് BJP അംഗങ്ങൾ പിന്തുണച്ചു. എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റാണ് അടിയന്തര പ്രാധാന്യത്തോടെ മദ്യക്കമ്പനിക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചത്. 9 കോൺഗ്രസ്, 8 CPM, 5 BJP എന്നിങ്ങനെയാണ് എലപ്പുള്ളി പഞ്ചായത്തിലെ കക്ഷിനില. വരൾച്ച രൂക്ഷമായ എലപ്പുള്ളിയിൽ വെള്ളമൂറ്റുന്ന മദ്യക്കമ്പനിക്ക് പഞ്ചായത്ത് അനുമതി നൽകിയിട്ടില്ലെന്ന് പ്രമേയത്തിൽ പറയുന്നു. ഗ്രീൻ ചാനൽ വഴി അപേക്ഷ നൽകിയ കമ്പനിയുടെ കാര്യങ്ങൾ പഞ്ചായത്തിനെ സർക്കാർ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഭൂമി പരിവർത്തനാപേക്ഷ വില്ലേജും RDOയും നിരസിച്ചപ്പോഴാണ് കമ്പനി ഗ്രീൻ ചാനൽ വഴി അനുമതി നേടിയത്. പല അനുമതികൾക്കായി കമ്പനി പലവിധത്തിലുള്ള അപേക്ഷയാണ് നൽകിയിട്ടുള്ളത്. ജലമൂറ്റുന്നതിനു പുറമെ കമ്പനി പുറംതള്ളുന്ന വസ്തുക്കൾ പരിസ്ഥിതി മലിനീകരണത്തിന് ഇടയാക്കും. എല്ലാവിധത്തിലും സമൂഹത്തിനും പ്രകൃതിക്കും ദോഷകരമാകുന്ന മദ്യക്കമ്പനിക്കുള്ള അനുമതി സർക്കാർ റദ്ദ് ചെയ്യണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു. കമ്പനിക്കെതിരായ പ്രമേയത്തിന് കോൺഗ്രസ് BJP അംഗങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ച സമയത്ത് CPM അംഗങ്ങൾ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കുന്ന നയമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മഴനിഴൽ പ്രദേശമായ എലപ്പുള്ളിയിൽ ജലമൂറ്റ് മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടി പ്രദേശം മരുഭൂമിയാക്കുമെന്ന് BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്. മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസിന് വെള്ളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ പാലക്കാട് വാട്ടർ അതോറിറ്റി ആസ്ഥാനത്തേക്ക് BJP നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KM ഹരിദാസ്. സ്വകാര്യ മദ്യനിർമ്മാണ കമ്പനിക്ക് പ്രവർത്തനാനുമതി നൽകിയതിൽ വലിയ ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ടെന്ന് KM ഹരിദാസ് ചൂണ്ടിക്കാട്ടി. 6 പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ളവും കാർഷികാവശ്യത്തിനുള്ള ജലവും ഭാരതപ്പുഴയിലേക്കുള്ള നീക്കിയിരുപ്പും കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത മലമ്പുഴയിൽ നിന്ന് മദ്യകമ്പനിക്ക് വെള്ളം നൽകുമെന്ന മന്ത്രി MB രാജേഷിന്റെ വാദം ജനങ്ങളെ വെല്ലുവിളിക്കലാണ്. പഞ്ചാബിലും ഡൽഹിയിലും അഴിമതി കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിക്ക് CPM ബന്ധമുണ്ടായത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തണം. എണ്ണ കമ്പനികൾക്കുള്ള എഥനോൾ നിർമ്മാണത്തിനാണ് കേന്ദ്ര അനുമതി. ഇതിന്റെ മറവിലാണ് കമ്പനി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം ആവശ്യപ്പെട്ടത്. എന്നാൽ സർക്കാരിൽ നിന്നും മദ്യനിർമ്മാണത്തിനാണ് അനുമതി വാങ്ങിയത്.
പ്രതിദിനം 30 ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടിവരുന്ന കമ്പനി പാലക്കാടിനെ മരുഭൂമിയാക്കുമെന്നും കെ.എം. ഹരിദാസ് ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇവിടെ കുടിവെള്ളമില്ല. അതുപോലെ തന്നെ രണ്ടാം വിളക്കില് നിങ്ങൾ നോക്കിയാൽ അറിയാം, കനാലിൽ കൂടി വെള്ളം പോകുന്നുണ്ട്. ജനുവരി ആയിട്ടുള്ളൂ, ഫെബ്രുവരി മാർച്ച് ആദ്യമാണ് കൊയ്ത്ത് നടക്കുക. അവിടെ പൂർണ്ണമായും കർഷകർക്ക് വെള്ളം കൊടുക്കാൻ അവിടെ മലമ്പുഴ ഡാമില് കഴിയാത്ത അവസ്ഥയാണ്. ആ കാർഷിക മേഖലയിൽ കർഷകർക്ക് അരി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അസംസ്കൃത വസ്തുവായിട്ട് അരി കൊടുക്കാൻ സാധിക്കുക? ഇപ്പൊ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തി ഇവിടെ ഒരു കാര്യം MP രാജേഷ് വ്യക്തമാക്കേണ്ടതുണ്ട്. എത്ര കോടിയാണ് നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്? എത്ര കോടിയാണ് നിങ്ങൾ ഡീൽ വെച്ചിട്ടുള്ളത് എന്ന് പരസ്യമായിട്ട് പറയാൻ MP രാജേഷ് തയ്യാറാകണം. BJP മണ്ഡലം പ്രസിഡന്റ് ശിവപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രശാന്ത് ശിവൻ, ബാബു വെണ്ണക്കര, പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ BJP എലപ്പുള്ളി മണ്ഡലം കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. മദ്യക്കമ്പനി സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ പറഞ്ഞു. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശത്ത് വില്ലേജും RDOയും അനുമതി നിഷേധിച്ചിട്ടും ഗ്രീൻ ചാനലിലൂടെ അനുമതി ലഭിച്ചതിൽ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് പങ്കുണ്ടെന്ന് C. കൃഷ്ണകുമാർ ആരോപിച്ചു. വാട്ടർ അതോറിറ്റിയിലും സർക്കാരിലും വ്യത്യസ്ത രേഖകൾ ഹാജരാക്കാനും അനുമതി നേടാനും കളമൊരുക്കിയത് ഭരണ സംവിധാനമാണ്. പഞ്ചായത്ത് അനുമതി നൽകിയില്ലെങ്കിൽ അനുമതിക്കെതിരെ പഞ്ചായത്ത് നിയമ പോരാട്ടം നടത്തണം. പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് സ്ഥലം വാങ്ങിക്കൂട്ടിയതും അന്വേഷിക്കണം. കോടികളുടെ കമ്മീഷനാണ് വികസനമെങ്കിൽ ആ വികസനം പാലക്കാട്ട് നടക്കില്ലെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. എലപ്പുള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു. BJP മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടൻ, OBC മോർച്ച പ്രസിഡന്റ് M. ഷൺമുഖൻ, സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ തൃക്കൂർ മതിക്കുന്ന് വേലയെഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. ഊട്ടോളി അനന്തനാണ് ഇടഞ്ഞത്. ഇടഞ്ഞ കൊമ്പൻ നാശനഷ്ടങ്ങളൊന്നും വരുത്തിയിട്ടില്ല. രാവിലെ എഴുന്നള്ളിപ്പിന് മുമ്പാണ് ആന അനുസരണക്കേട് കാണിച്ചത്. ഇടഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ച ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ തളച്ചു. രാവിലത്തെ എഴുന്നള്ളിപ്പിന് തിടമ്പേറ്റുന്നതിനാണ് ആനയെ കൊണ്ടുവന്നത്. ഇടഞ്ഞ കൊമ്പൻ നാശനഷ്ടങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ആനയെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാതെ കൊണ്ടുപോയി. പിന്നീട് 4 ആനകളെ ഉൾപ്പെടുത്തി എഴുന്നള്ളിപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിന്റെ മുന്നേറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ടെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി. CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മേട്ടുപ്പാളയത്ത് സംഘടിപ്പിച്ച മെഗാ തിരുവാതിരക്കളയും മഹിളാ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഞാൻ പറഞ്ഞു വന്ന 1937 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പ് കേരളത്തിൽ രൂപീകരിക്കുമ്പോൾ, കോഴിക്കോട് രൂപീകരിക്കുമ്പോൾ കൃത്യം 20 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വമുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ്. ഈ 1937, 1939 എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഉജ്ജ്വലമായ നിരവധിയായ പോരാട്ടങ്ങൾക്ക് വേദിയായിട്ടുള്ള കാലഘട്ടമാണ്. മഹിളാ അസോസിയേഷൻ ചിറ്റൂർ ഏരിയ പ്രസിഡന്റ് A. സുജാത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K. ബിനുമോൾ, ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ്ഹാഖ്, പ്രസിഡന്റ് ഓമന, ഖജാൻജി N. സരിത, ഏരിയ സെക്രട്ടറി T. ശൈലജ, CPM ചിറ്റൂർ ഏരിയ സെക്രട്ടറി R. ശിവപ്രകാശ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. മെഗാ തിരുവാതിരക്കളിയിൽ 100 കണക്കിന് വനിതകൾ പങ്കെടുത്തു.
സാജൻ നന്ദിയോടിന്റെ മിസ്റ്ററി മാജിക് ഷോയുമുണ്ടായി. CPM ജില്ലാ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. തത്തമംഗലം രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും 23-ന് വൈകിട്ട് 5 മണിക്ക് മേട്ടുപ്പാളയത്ത് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി കൺവീനർ CK രാജേന്ദ്രൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചും കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടും മാത്തൂരിൽ കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് G ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. മാത്തൂർ ബംഗ്ലാവ് സ്കൂൾ പരിസരത്ത് നടന്ന പ്രതിഷേധ ജാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് C അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി PV പങ്കജാക്ഷൻ മാസ്റ്റർ, പെരിയാരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ, മുൻ പ്രസിഡന്റ് PR പ്രസാദ്, കർഷക കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ R രാധാകൃഷ്ണൻ, രാജീവ്, ഇന്ദ്രപ്രസാദ് എന്നിവർ സംസാരിച്ചു. അവരുടെ പ്രതിഷേധം അറിയിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്ത് കർഷക ഭവനങ്ങളിലും അതുപോലെ തന്നെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയാണ്. കാർഷിക മേഖല അന്നിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിൽ വളരെയേറെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷവുമായിട്ട് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി വിരസുമ്പോൾ ഗവൺമെന്റ് നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളം പല രംഗത്തും രാജ്യത്തിന് മാതൃകയാണെങ്കിലും റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ പിറകിലാണെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു ചക്ലിയം IPS. സീനിയർ ചേംബർ ഇന്റർനാഷണലും വാസവി വിദ്യാലയവും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി പാലക്കാട്ട് സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗതാഗത നിയമങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാകണമെന്നും നാഗരാജു ചക്ലിയം IPS ചൂണ്ടിക്കാട്ടി. പരിശോധനയെ ഭയന്ന് മാത്രം നിയമം പാലിക്കുന്ന മാനസികാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്തമായി തന്നെ കരുതണം. വാഹനവർദ്ധനവിനനുസരിച്ച് റോഡ് വികസനങ്ങൾ നടക്കാത്തതും അപകടങ്ങൾക്ക് കാരണമാണ്. നിരത്തുകളിലെ അശാസ്ത്രീയതയും മാറേണ്ടതുണ്ട്. സമഗ്ര ഗതാഗത നിയമം ഉണ്ടാവുന്നതിനൊപ്പം തന്നെ അപകടരഹിത സമൂഹ ലക്ഷ്യത്തിനായി ഗതാഗത നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നും നാഗരാജു ചക്ലിയം പറഞ്ഞു. When you talk about road safety, you are going to get a very, very detailed class anyway. But let me tell you, whenever we say road safety, there are 3 letters you all should remember. 3 E's. E for elephant. 3 E's. E for engineering, road engineering. Road engineering means road markings, those white lines, yellow lines, road signages, stop, proceed, mandatory signs, cautionary signs, signal lights. These are all road markings and signages. ചേംബർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംനാഥ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ദീപ ജയപ്രകാശ്, RTO മുജീബ്, മാനേജർ മുരളി, B ജയരാജ്, R ജയപ്രകാശ്, K സന്തോഷ് കുമാർ, വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിന്റെ കല്യാണ മണ്ഡപത്തിന്റെ പൂർത്തീകരണത്തിനായി MLA ഫണ്ടിൽ നിന്നും 2 കോടി രൂപ അനുവദിച്ചു. കോടികൾ ചെലവഴിച്ച് പണി തുടങ്ങിയ കല്യാണ മണ്ഡപം ഫണ്ട് ഇല്ലാത്തതിനാൽ പ്രവൃത്തികൾ നിർത്തിവെക്കേണ്ട അവസ്ഥയിലായിരുന്നു. 5 വർഷം മുൻപ് തുടങ്ങിയ കല്യാണ മണ്ഡപത്തിന്റെ പ്രവൃത്തികൾ ഇതോടെ പൂർത്തീകരിക്കാനാകും. ഏറെ വിശാലമായതും എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടെയാണ് കല്യാണ മണ്ഡപം ഒരുക്കുന്നത്. ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികളുടെ അന്തിമഘട്ടത്തിലാണ്. മണ്ഡപത്തിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ വിവാഹത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താനാകുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. നെല്ല് സംഭരണ വിഷയം പഠിച്ച VK ബേബി കമ്മിറ്റി റിപ്പോർട്ട് ആശങ്കാജനകമെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് T മഹേഷ്. നെൽകർഷകർക്ക് നൽകുന്ന പ്രോത്സാഹന വിഹിതം ഇല്ലാതാക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്നും T മഹേഷ് പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബേബി കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ പലതും അപ്രായോഗികമാണ്. സംഭരണവില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെ നെല്ല് സംഭരണത്തിൽ ഇൻസെന്റീവ് ലഭിക്കാതാവുമെന്ന സംശയം ബലപ്പെടുന്നതാണ് കമ്മീഷൻ റിപ്പോർട്ട്. ബ്ലോക്ക് പരിധിയിൽ ഒരു സംഭരണ കേന്ദ്രമെന്നതും സംഭരണ കേന്ദ്രത്തിലേക്ക് കർഷകർ നെല്ല് എത്തിക്കണമെന്നതും അധിക ബാധ്യതയാകും. യഥാസമയം നെല്ല് സംഭരണം
വില നൽകൽ തുടങ്ങിയ കാര്യങ്ങളിൽ കമ്മീഷൻ വ്യക്തത വരുത്തിയിട്ടില്ല. കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങളിലെ ആശങ്കകൾ പരിഹരിക്കുന്നതിനൊപ്പം കർഷകരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കണമെന്നും മഹേഷ് ആവശ്യപ്പെട്ടു. ആ ആശങ്ക മാറ്റി അതിന് എല്ലാ കാലത്തും കേരള സർക്കാരിന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. കാരണം ഒരു കാലത്ത് 2019 കാലഘട്ടം മുതൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പിന്നെ ഇൻസെൻറ്റീവ് 8 രൂപ 50 പൈസ ഇൻസെൻറ്റീവ് കൊടുത്ത സർക്കാരാണ് കേരള സർക്കാർ. അത് ഈ കേരളത്തിലെ നെൽ കർഷകരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും പുതിയ ആളുകളെ ഈ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരാനും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അങ്ങനെ ഇൻസെൻറ്റീവുകൾ കൊടുത്തത്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സെക്ഷൻ 4 പ്രകാരം നമുക്ക് കേരള സർക്കാരിന് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്തു കൊടുത്തത്. പക്ഷേ ഇതുപോലുള്ള ആശങ്ക മറുഭാഗത്ത് വരുമ്പോൾ ആ ആശങ്ക പരിഹരിക്കേണ്ടത് കേരള സർക്കാരിൻ്റെ ഒരു ബാധ്യതയാണ്. ജനതാദൾ ജില്ലാ സെക്രട്ടറി എം ലെനിൻ, യുവജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം പി രജീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പിയിൽ കലാഗ്രാമം കലാസാഹിത്യ സാംസ്കാരിക സമിതിയുടെ 1ാം വാർഷികം ആഘോഷിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പട്ടാമ്പി GMLP സ്കൂളിൽ വെച്ചായിരുന്നു വാർഷികാഘോഷം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് CK താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ K മോഹനൻ, P ഉണ്ണികൃഷ്ണൻ, മുഹമ്മദ് ബഷീർ, സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാഗ്രാമം അവതരിപ്പിച്ച കുഞ്ഞിരാമൻ നാടകവും ആഘോഷ പരിപാടികളും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഹെൽത്ത് കാർഡുമായി ബന്ധപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ 25-ന് ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കും. രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ കോടതിക്ക് സമീപത്തെ ഗവൺമെൻറ് LP സ്കൂളിലായിരിക്കും പരിശോധനയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് മൈക്രോ ഹെൽത്ത് ലാബിന്റെ സഹകരണത്തോടെയാണ് ആരോഗ്യ പരിശോധന സംഘടിപ്പിക്കുന്നത്. പരിശോധനയെ തുടർന്ന് തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് എടുത്തുകൊടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് വെള്ളം പരിശോധിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 1964 സംഘടന രൂപീകരിച്ചത്. അസോസിയേഷന്റെ കീഴിൽ സമ്മാന പദ്ധതി, സുരക്ഷാ പദ്ധതി എന്നിവ നടപ്പിലാക്കി വരുന്നുണ്ട്. ജനുവരി 26-ന് കൊപ്പത്ത് യൂണിറ്റ് തുടങ്ങും. ഹെൽത്ത് ക്യാമ്പ് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയും ജലപരിശോധന വൈസ് ചെയർമാൻ TP ഷാജിയും ഉദ്ഘാടനം ചെയ്യും. ഹെൽത്ത് കാർഡും ജലപരിശോധനയും വേണ്ടവർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രസിഡന്റ് M സൈനുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ഇതൊക്കെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ കൊപ്പം KHRA യൂണിറ്റ് ഇല്ലാത്തൊരു പ്രദേശമാണ്. അപ്പോൾ ഈ വരുന്ന 26-ാം തീയതി ജനുവരി 26-ാം തീയതി കൊപ്പത്ത് KHRAൻ്റെ അതായത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഒരു യൂണിറ്റ് രൂപീകരിക്കുകയാണ്. അതും കൂടി ഞങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. സെക്രട്ടറി V മോഹൻദാസ്, ട്രഷറർ വെങ്കിടാചലം, P സുബൈർ, PP മുഹമ്മദ് റിയാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഉപഭോക്താക്കൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങളുമായി ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക്. വ്യക്തിഗതവും സാമൂഹികവുമായ മാറ്റങ്ങൾക്ക് ഗുണകരമാകുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം ജനുവരി 25-ന് മനുശ്ശേരിയിൽ നടക്കുമെന്ന് ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണഗതിയിൽ കുടിശ്ശിക നിവാരണ ആശ്വാസ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെങ്കിൽ കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിലെ 10% തിരിച്ചു കൊടുക്കുന്ന പദ്ധതിക്കാണ് ഒറ്റപ്പാലം അർബൻ ബാങ്ക് തുടക്കം കുറിക്കുന്നതെന്ന് U രാജഗോപാൽ പറഞ്ഞു.
അവിവാഹിതരായ പെൺകുട്ടികളുടെ കുടുംബത്തിന് ആശ്വാസമാകുന്ന മംഗല്യനിധി, ബാങ്ക് ഇടപാടുകാർക്ക് ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുന്ന ആരോഗ്യ പദ്ധതി, ഊർജ്ജോൽപാദനത്തിന് ഉണർവ് പകരുന്ന സോളാർ പദ്ധതി, വ്യാപാര സ്ഥാപനങ്ങളിൽ ഇളവ് ലഭിക്കുന്ന പ്രിവിലേജ് കാർഡ് പദ്ധതി, വിദ്യാഭ്യാസ പദ്ധതി എന്നിവയാണ് ആരംഭിക്കുന്നത്. കൂടാതെ ഗൂഗിൾ പേ, ATM, UPI സംവിധാനങ്ങൾ, IMPS, RTGS, NEFT തുടങ്ങിയ ആധുനിക ഇടപാട് സംവിധാനങ്ങളുടെ ഉദ്ഘാടനവും 25-ന് നടക്കും. ഉദ്ഘാടന ദിവസം സഹകരണ ബാങ്കുകളും രാഷ്ട്ര പുനർനിർമ്മാണവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്നും U. രാജഗോപാൽ പറഞ്ഞു. എന്നാൽ ഇങ്ങനെ കുടിശ്ശിക വരുന്ന ആളുകൾക്ക് ഒരുപാട് പണം വിട്ടുകൊടുത്ത് സെറ്റിൽ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു ആശ്വാസം നൽകുന്നില്ല? ഇത് സാധാരണ അടച്ച് പൂർത്തിയാക്കുന്ന ആളുകളുടെ ചോദ്യമാണ്. ഇവിടെ അർബൻ ബാങ്ക് പ്രാവശ്യം നടപ്പാക്കുന്ന ഒരു പരിപാടി കൃത്യമായി ലോൺ അടച്ച് പൂർത്തിയാക്കുന്ന ഒരു ലോണിക്ക് അവർ അടയ്ക്കുന്ന പലിശയുടെ 25% തിരിച്ചു കൊടുക്കുന്ന ഒരു ഇൻസെന്റീവ് പരിപാടി ഈ പ്രാവശ്യം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതോടൊപ്പം നേരത്തെ പറഞ്ഞ ജനങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ഇപ്പോൾ ആരോഗ്യരംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടാണ്. ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് ഏതാണ്ട് അർബൻ ബാങ്കുകൾക്ക് ഒരു 50,000-ലധികം വരുന്ന ഇടപാടുകൾ ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്കിനുണ്ട്. ബാങ്ക് വൈസ് ചെയർമാൻ KN ശിവദാസൻ, MD ഡോക്ടർ M. രാമനുണ്ണി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ മദ്യകമ്പനിക്ക് സർക്കാർ നൽകിയ പ്രവർത്തനാനുമതി റദ്ദാക്കണമെന്ന് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രമേയം. മദ്യകമ്പനി സ്ഥാപിക്കുന്ന കാര്യത്തിൽ സർക്കാർ പഞ്ചായത്തുമായി കൂടിയാലോചന നടത്തിയിട്ടില്ലെന്ന് പ്രമേയത്തിൽ പരാമർശം. കോൺഗ്രസ് BJP മെമ്പർമാർ പ്രമേയത്തെ അനുകൂലിച്ചു. സർക്കാരിനും വികസനത്തിനുമൊപ്പമെന്ന് CPM മെമ്പർമാരുടെ നിലപാട്. എലപ്പുള്ളി മദ്യകമ്പനിക്ക് മലമ്പുഴയിൽ നിന്ന് വെള്ളം നൽകുമെന്ന വാഗ്ദാനത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് വാട്ടർ അതോറിറ്റി ആസ്ഥാനത്തേക്ക് BJP മാറുന്നു. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്കും പ്രതിഷേധമാറുന്നു. ജലമൂറ്റ മദ്യകമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ മഴനിഴൽ പ്രദേശമായ എലപ്പുള്ളി മരുഭൂമിയാകുമെന്ന് BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്. മദ്യകമ്പനി സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ അടിമുടി ദുരൂഹതയെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. കേരളത്തിന്റെ മുന്നേറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി. CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ചിറ്റൂരിൽ ഒരുക്കങ്ങളായി. സമ്മേളനം 21 മുതൽ 23 വരെ. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ചിറ്റൂരിൽ മെഗാ തിരുവാതിരക്കളിയും മഹിളാ സംഗമവും. കേരളം പല രംഗത്തും രാജ്യത്തിന് മാതൃകയാണെങ്കിലും റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ പിറകിലെന്ന് ഗതാഗത കമ്മീഷണർ CH നാഗരാജു IPS. ഗതാഗത നിയമങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാകണം. പരിശോധന ഭയന്നു മാത്രം ഗതാഗത നിയമം പാലിക്കുന്ന മാനസികാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നും റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്തമായി തന്നെ കരുതണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട VK ബേബി കമ്മിറ്റി റിപ്പോർട്ട് കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. മഹേഷ്. ബ്ലോക്ക് പരിധിയിൽ ഒരു സംഭരണ കേന്ദ്രമെന്നതും സംഭരണ കേന്ദ്രത്തിലേക്ക് നെല്ല് എത്തിക്കണമെന്നതും കർഷകർക്ക് അധിക ബാധ്യതയാകും. വിലയുടെ കാര്യത്തിൽ ബേബി കമ്മിറ്റി വ്യക്തത വരുത്തിയിട്ടില്ലെന്നും T. മഹേഷ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.